ഗൈസ്, കോളേജ് മുൻഷിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് BBA പഠിച്ച് കഴിഞ്ഞാൽ എന്ത് കാര്യം, BBA ഏത് സ്ട്രീമുള്ളവർക്കാണ് എടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഏതാണ് ബെസ്റ്റ് കോളേജ്, കേരളത്തിൽ പഠിക്കുന്നതാണോ അതോ കേരളത്തിന് പുറത്ത് പഠിക്കുന്നതാണോ, അങ്ങനെ കുറേ ഡൗട്ടുകൾ ഉണ്ടായിരിക്കും. സോ നമ്മളതൊക്കെ ഈ വീഡിയോയിലൂടെ ക്ലിയർ ചെയ്യാൻ പോവുകയാണ്. BBA ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. ഇപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ടായിരിക്കും, ഏത് സ്ട്രീം എടുക്കുക, അല്ലെങ്കിൽ ഏത് സ്ട്രീമിലുള്ള സയൻസ് മാത്രം എടുത്തവർക്കാണോ BBA ചൂസ് ചെയ്യാൻ പറ്റുക, അങ്ങനെ കുറേ ഡൗട്ട് ഉണ്ട്. സോ അങ്ങനെയൊന്നുമില്ല, നമുക്കിപ്പോൾ ഏതൊരു സ്ട്രീം എടുത്താലും, ഇപ്പോൾ കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, ഏതൊരു സ്ട്രീമിലത്തെ ഒരു കുട്ടിക്കാണെങ്കിലും 50% മാർക്ക് ഉണ്ടെങ്കിൽ ഈ BBA എന്ന് പറയുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. പിന്നെ അതേപോലെ തന്നെ ഒരു അഡ്മിനിസ്ട്രേഷൻ മൈൻഡ് സെറ്റാണോ അല്ലെങ്കിൽ ഒരു ബിസിനസ് മൈൻഡ് സെറ്റാണോ, അവർക്കായാലും ഒരു ബെസ്റ്റ് ചോയ്സാണ് BBA എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ എല്ലാവർക്കും ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് എടുത്തവർക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, കൊമേഴ്സ് എടുത്തവർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും. ഈ BBA എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റിൽ മാത്സ് ഉണ്ടായിരിക്കും. സോ അത് ടഫ് ആയിരിക്കും, അത് ഞങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ, അതിൽ ഞങ്ങൾ ക്യാപ്പബിൾ ആയിരിക്കും, അങ്ങനെ കുറേ ഡൗട്ടുകളുണ്ട്. അപ്പോൾ ആ കുട്ടികൾക്കുള്ള കാര്യമാണ് ഈ BBAയിൽ മാത്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാത്സ് ആയിരിക്കും. അതേപോലെ തന്നെയായിരിക്കും നിങ്ങളുടെ ഫാക്കൽറ്റീസും നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരിക. സോ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് പഠിക്കാനും പറ്റും, നിങ്ങൾക്ക് നല്ലോണം പെർഫോം ചെയ്യാനും പറ്റും. സോ ഇനി BBA എന്ന് പറഞ്ഞാൽ അണ്ടർ ഗ്രാജുവേറ്റ് 3 ഇയർ ഡിഗ്രി പ്രോഗ്രാമാണ്. ഇപ്പോൾ കുറേ പേര് വന്ന് നമ്മൾ ഡൗട്ട് ചോദിക്കണത് BBA എന്ന് പറഞ്ഞാൽ 4 ഇയർ ഡിഗ്രി ആണോ എന്നൊക്കെയാണ് ചോദിക്കണേ. നമുക്ക് വേണമെങ്കിൽ 4 ഇയർ ആക്കാം, അത് ഓപ്ഷണലാണ്. ശരിക്കും BBA എന്ന് പറഞ്ഞൊരു പ്രൊഫഷണൽ ഡിഗ്രി, അത് 3 ഇയർ ഡിഗ്രിയാണ്, അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമാണ്. പ്ലസ് നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ ലൈക്ക് UKയോ അല്ലെങ്കിൽ US അങ്ങനെയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ഇയർ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. സോ അത് ഓപ്ഷനിലാണ്, വേണ്ടവർക്ക് എടുക്കാവുന്നതാണ്. പിന്നെ ഇതുകൂടാണ്ട് നമുക്കിതിന് ആഡ് ഓൺ കോഴ്സസ് ഉണ്ട്, നിങ്ങൾക്ക് കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ആഡ് ഓൺ കോഴ്സസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ലോജിസ്റ്റിക്സ് ഉണ്ട്, ട്രാവൽ ആൻഡ് ടൂറിസം ഉണ്ട്, ഏവിയേഷൻ ഉണ്ട്, ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് ഉണ്ട്, പോർട്ട് മാനേജ്മെൻറ്റ് ഉണ്ട്, ഡിജിറ്റൽ മാനേജ്മെൻറ്റ് ഉണ്ട്, ബിസിനസ് അനലിറ്റിക്സ് ഉണ്ട്, അതുപോലെ തന്നെ ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഉണ്ട്. ഇതൊക്കെയാണ് നിങ്ങളുടെ ആഡ് ഓൺ കോഴ്സസ് വരുന്നത്. ഇനി ഈ BBA എന്ന് പറഞ്ഞ ഡിഗ്രിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ വരുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഉണ്ട്, ബിസിനസ് അനലിറ്റിക്സ് ഉണ്ട്, മാർക്കറ്റിംഗ് ടെക്നിക്സ് ഉണ്ട്, ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് ഉണ്ട്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെന്റ് ഉണ്ട്, ബിസിനസ് ലോ ഉണ്ട്, പിന്നെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഉണ്ട്, എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് മാനേജ്മെൻറ്റ് ഉണ്ട്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരുന്ന കോഴ്സസ്. നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ എല്ലാ സബ്ജക്റ്റിനോടും ഓവർവ്യൂ ആയിരിക്കും, നിങ്ങൾക്ക് എല്ലാത്തിനും ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇത് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് HR എക്സിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, പിന്നെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, മാർക്കറ്റിംഗ് മാനേജർ, സെയിൽസ് എക്സിക്യൂട്ടീവ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് മാനേജർ. ഇതൊക്കെയായിരിക്കും നിങ്ങളുടെ ജോബ് പ്രൊഫൈൽ വരുന്നത്. ഒരു ഇന്ത്യയിൽ പഠിച്ച BBA ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിന് കിട്ടുന്ന എൻട്രി ലെവൽ സാലറി എന്ന് പറയുന്നത് 2.5 to 4.5 LPA പെർ ഇയർ ആണ്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് എക്സ്പീരിയൻസ് സ്കിൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മിഡ് ലെവൽ സാലറി എന്ന് പറയുന്നത് 5 to 11 LPA പെർ ഇയർ ആണ്. അതേപോലെ തന്നെ സീനിയർ ലെവൽ ഡിപ്പെൻഡ്സ് ഓൺ യുവർ സ്കിൽ കൂടണത് 10 to 25 LPA വരെയാണ്. എല്ലാം കൂടിയിട്ട് നിങ്ങൾക്കൊരു മിനിമം സാലറി കിട്ടുന്നത് 25 LPA വരെയാണ് ഒരു BBA ഗ്രാജുവേറ്റിന് നമ്മുടെ ഇന്ത്യ ഓഫർ ചെയ്യണത്. സോ ഇനി നിങ്ങൾ കോളേജസ് ചൂസ് ചെയ്യുമ്പോൾ നല്ല കോളേജസിനെ ചൂസ് ചെയ്യാൻ നോക്കുക. ഈ ഒരു നല്ലൊരു ഡിഗ്രി വെച്ചിട്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ പെട്ടെന്ന് പ്ലേസ് ആവാൻ സാധിക്കുന്നതാണ്. സോ നിങ്ങൾ പ്ലേസ്മെൻ്റ് ഉള്ള നല്ല കോളേജസ് ചൂസ് ചെയ്യാൻ നോക്കുക. സോ ഞാൻ കുറച്ച് ഓപ്ഷൻസ് തരാം. കേരളത്തിലാണെങ്കിൽ ദേവഗിരി ഉണ്ട് കാലിക്കട്ടുള്ള, പിന്നെ രാജഗിരി ഉണ്ട് എറണാകുളം, SCM ഉണ്ട് എറണാകുളം, പിന്നെ ചിന്മയ യൂണിവേഴ്സിറ്റി ഉണ്ട്, പിന്നെ ജെയിൻ യൂണിവേഴ്സിറ്റി ഉണ്ട്. പിന്നെ നിങ്ങൾക്കിപ്പോൾ ബാംഗ്ലൂർ അല്ലെങ്കിൽ മാംഗ്ലൂരോ പോകണമെന്നുണ്ടെങ്കിൽ മാംഗ്ലൂരിലെ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ യനപ്പോയുണ്ട്, ശ്രീനിവാസയുണ്ട്. അപ്പോൾ നിങ്ങൾ കർണാടക അല്ലെങ്കിൽ ബാംഗ്ലൂരാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ജെയിൻ യൂണിവേഴ്സിറ്റി ഉണ്ട്, ക്രൈസ്റ്റ് ഉണ്ട്, രാമയ്യ ഉണ്ട്, ക്രിസ്തു ജയന്തി ഉണ്ട്, അമിറ്റി ഉണ്ട്, ആചാര്യ ഉണ്ട്, കൃപാനിധി ഉണ്ട്, MCC ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അവിടെ ഒന്നും വേണ്ട, നിങ്ങൾക്ക് ചെന്നൈ അല്ലെങ്കിൽ തമിഴ്നാട് നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവിടെയുണ്ട് നമുക്ക് ഓപ്ഷൻസ്. SRM ഉണ്ട്, VIT ഉണ്ട്, ലൊയോള ഉണ്ട്, മദ്രാസ് ക്രിസ്ത്യൻ കോളേജ് ഉണ്ട്, സ്റ്റെല്ല മേരീസ് ഉണ്ട്. ഇതൊക്കെയാണ് നിങ്ങൾക്കൊരു BBA ഒരു സ്റ്റുഡൻറ്റിന് പഠിച്ചിറങ്ങുമ്പോൾ തന്നെ ജോലി കിട്ടാവുന്ന കുറേ കോളേജസ്. ഇതൊക്കെ ഒരു ഓപ്ഷനാണ്. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് നോക്കി നിങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ടതാണ്. സോ നല്ലൊരു ഡിഗ്രിയാണ്. സോ നിങ്ങൾ ഒരിക്കലും അത് വേസ്റ്റ് ചെയ്യരുത്. ഈ ഡിഗ്രി വേറെ പ്ലേസ്മെൻ്റ് ഇല്ലാത്ത കോളേജസ് പഠിച്ച് വേസ്റ്റ് ചെയ്യാണ്ടിരിക്കുക. സോ നിങ്ങളുടെ ഫ്യൂച്ചർ സെറ്റിലാക്കാൻ നോക്കുക. സോ ഓൾ ദ ബെസ്റ്റ്. എന്തെങ്കിലും നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ ടീംമേറ്റ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ എന്തെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. പിന്നെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ പോയി ഫോളോ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ബൈ.